നെഞ്ചിരിച്ചിലും പുളിച്ചു തേട്ടലും കാരണം രാത്രി ഉറക്കം കിട്ടാതെ ഏറെ ബുദ്ധിമുട്ടി വിഷമിച്ച് വലയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ആസിഡിറ്റി, ആസിഡ് റിഫ്ലക്സ് പോലുള്ള കണ്ടീഷനിൽ നമുക്ക് രാത്രി ഉറക്കത്തിന് മുന്നേ ശ്രദ്ധിക്കാൻ പറ്റിയ 7 കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പണ്ടുള്ളവർ പറയില്ലേ, അത്താഴത്തിന് ശേഷം അരക്കാത്ത് നടക്കണമെന്ന്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിലും കഴിച്ച ഉടനെ പോയി കിടക്കാതിരിക്കുക. ഒരു 10 മണിക്കൊക്കെ ഉറങ്ങാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന് ദഹിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ആസിഡ് റിഫ്ലക്സ് ഉള്ള ദിവസങ്ങളിൽ കിടക്കുമ്പോൾ തലഭാഗം അല്പം പൊന്തിച്ചിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഒന്നെങ്കിൽ 1-2 തലയണ ഉപയോഗിച്ചിട്ട് തലഭാഗം പൊന്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് കട്ടിലിന്റെ കാല്, നമ്മൾ തലഭാഗം വരുന്ന സൈഡിലെ കട്ടിലിന്റെ കാല് ജസ്റ്റ് ഒരു ബ്ലോക്കോ കട്ടയോ ഉപയോഗിച്ചിട്ട് പൊന്തിച്ചിട്ട് അങ്ങനെ കിടക്കുകയും ചെയ്യാം. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ചെയ്യരുത്. അതിനു മുന്നേ ആസിഡ് റിഫ്ലക്സ് എങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കുകയാണ് വേണ്ടത്. കഴുത്തിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല ഇത് ഇങ്ങനെ ഹൈറ്റുള്ള പില്ലോ ഒക്കെ വെച്ചിട്ട് കിടക്കുമ്പോൾ. രാത്രി എരിവ്, പുളി, കാപ്പി, ചോക്ലേറ്റ്സ്, കൊഴുപ്പുള്ള ഭക്ഷണം, പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ മാക്സിമം ഒഴിവാക്കുക. മദ്യപാനവും പുകവലിയും കുറയ്ക്കുക. വെയിറ്റ് കൂടുതലുള്ളവരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. അതേപോലെ ഇടതുവശം ചേർന്ന് കിടക്കുന്നതും ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു 7 ടിപ്പോളം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അസിഡിറ്റി, നെഞ്ചിരിച്ചിലൊക്കെ നല്ലോണം കൂടി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടിപ്സ് ആണ്. പക്ഷേ ഇത് അസിഡിറ്റി ഒക്കെ നിങ്ങൾക്ക് വരാനൊരു കാരണം ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടെത്തി അത് കറക്റ്റായിട്ട് നോക്കി ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ അത് മാറുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്, അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുകയോ ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യാട്ടോ. പിന്നെ ഇനി അസിഡിറ്റിയെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ ബെല്ലൈക്കൺ ഞെക്കിയ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇനി വീഡിയോസ് ഇടുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.